നമസ്കാരം. രമ്യാസ് പ്ലാനറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രമ്യ ബാലകൃഷ്ണൻ. ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും ഹെൽത്തി ആയതും പിന്നെ കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തിടാൻ പറ്റുന്നതായിട്ടുള്ള ഒരു റൈസ് ഐറ്റമാണ് പാലക്ക് റൈസ്. പച്ചച്ചീര വെച്ചിട്ടാണ് ഇത് നമ്മൾ റെഡിയാക്കിയെടുക്കുന്നത്. പാലക്ക് റൈസ് റെഡിയാക്കിയെടുക്കാൻ ആദ്യം തന്നെ പാലക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു 4-5 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയുടെ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഈ പാലക്ക് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി. കട്ട് ചെയ്തിട്ട് അരക്കുമ്പോൾ പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ പച്ചച്ചീര എന്നില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പകരമായിട്ട് നമ്മൾ ചുമന്ന ചീര വെച്ചിട്ടും ഈ റൈസ് റെഡിയാക്കി എടുക്കാം. അരിഞ്ഞെടുത്തിട്ടുള്ള ഈ പാലക്കിന് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 കപ്പോളം കാണും. പിന്നെ ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല സ്പൈസി ആയിട്ടുണ്ട്, ചോറ് സ്പൈസി ആയിട്ട് വരും. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ 2 പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് മാറ്റി വെക്കാം. ചോറ് റെഡിയാക്കി എടുക്കാൻ പാൻ ചൂടാക്കി എടുത്തതിന് ശേഷം 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം. നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണ തന്നെ ഉപയോഗിക്കാം കേട്ടോ. തീ കുറച്ച് വെച്ച് കൊടുക്കണേ. ഇതിലേക്ക് 4 ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 ബേ ലീഫ്, ഒരു 3-4 ഗ്രാമ്പു, 4 ഏലക്ക, 1 ടീസ്പൂൺ ജീരകം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ജീരകവും ഏലക്കയും പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവോള, വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കാഷ്നട്ട്, ഒരു പിടി കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അണ്ടിപ്പരിപ്പ് ഇട്ടതിന് ശേഷം ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചതച്ചെടുത്തിട്ടുള്ള 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി. ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ഒരു 1-2 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം എല്ലാം കൂടി നല്ലപോലെ ഒരു 3-4 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാലക്കിൻ്റെ പേസ്റ്റ് അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലക്കിൻ്റെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്ന് അളന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 1 മിനിറ്റൊക്കെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഇടുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബസ്മതി റൈസാണ്. അരി നല്ലോണം കഴുകിയിട്ട് ഒരു 15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചോറുണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പ് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തായിരുന്നു, അതിൻ്റെ വെള്ളമെല്ലാം പോകാൻ വേണ്ടിയിട്ട്, വാർന്നു പോകാൻ വേണ്ടിയിട്ട്. ആ അരിയാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബസ്മതി റൈസ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് സാധാരണ റൈസ് വെച്ചിട്ടും പാലക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമ്മുടെ പാലക്കായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2.25 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. 1.5 ഗ്ലാസ് അരിക്ക് നോർമലി 3 ഗ്ലാസിൻ്റെ അടുത്താണ് വെള്ളം എടുക്കാറുള്ളത്. ഇതിപ്പോൾ 1 കപ്പ് നമ്മുടെ പാലക്കിൻ്റെ പേസ്റ്റ് ഉണ്ടായതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു 2.25 കപ്പ് വെള്ളം ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നോളും. വെള്ളം ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് തീ ഒന്ന് കൂട്ടി കൊടുക്കണം. തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് വെള്ളം തിളച്ച് വരുന്ന സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് വീണ്ടും നമ്മൾ തീ കുറച്ച് വെച്ച് കൊടുക്കണം, ലോ ഫ്ലെയിമിൽ.
എന്നിട്ട് അടച്ചു കൊടുത്തിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അരിയുടെ ബ്രാൻഡ് മാറുന്നതിനനുസരിച്ച് വേവുന്ന ടൈമിൽ ഒരു 2-3 മിനിറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം കാണും. ഇവിടെ ഒരു 16 മിനിറ്റ് ആയിട്ടുണ്ട്. എൻ്റെ ചോറ് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുവാണെങ്കിൽ നമ്മളെ ചോറ് കറക്റ്റായിട്ട് തന്നെ വെന്ത് വരും. ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേവിച്ചെടുത്തിട്ട് അത് നമുക്ക് പാലക്ക് വഴച്ചയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴച്ചെടുത്താൽ മതി. അങ്ങനെയും നമുക്ക് പാലക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ്. നമ്മളെ പാലക്കിൻ്റെ ഫ്ലേവറും മറ്റേ എരിവൊക്കെ ചോറിൽ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ പാലക്ക് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള റൈസാണ്. പാലക്ക് ഒന്നും കഴിക്കാത്ത കുട്ടികളുണ്ടാവുമല്ലോ, അവരെ പറ്റിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. എൻ്റെ മോള് പാലക്ക് തോരനൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അവൾക്ക് ഇതുപോലുള്ള റൈസ് ഉണ്ടാക്കി കൊടുത്താൽ അവൾ കഴിച്ചോളും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ്, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരെ ബൈ ബൈ.